ഒരു ചായ. സാർ ഞാൻ അന്വേഷിക്കാം സാർ. ഞാൻ അന്വേഷിക്കാം. ഓക്കെ സാർ. എന്തൊക്കെയുണ്ട് ഇവിടെ കഴിക്കാൻ? ദോശ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, ചെമ്മീൻ, കരിമീൻ, നെയ്മീൻ, വറ്റ, ആവോലി, നെത്തോലി, കൊഞ്ച്, നഞ്ച, ഊത്തപ്പം, വട്ടയപ്പം, വെള്ളയപ്പം, ചിക്കൻ, മട്ടൻ, ബീഫ് കറി, ബീഫ് ഫ്രൈ, മട്ടൻ ഉലത്തിയത്. 6 പേർക്കുള്ള വക പാഴ്സലടെ. ഞാൻ സ്ഥലം SI. പുതിയ അപ്പോയിൻമെന്റാ. മേപ്പടി സാധനങ്ങളെല്ലാം എൻ്റെ സ്വപ്നമാണ് സാർ. ഇവിടെ പിന്നെ എന്താ ഉള്ളത്? ഉള്ളതെല്ലാം കണ്ണാടിക്കൂട്ടിലുണ്ട് സാർ. കണ്ടില്ലേ? ചത്ത തവളയുടെ കണ്ണു പോലുള്ള ഉഴുന്നുവട, പട്ടിയുടെ കുടലുപോലുള്ള ഏത്തക്കയപ്പം. വട പുതിയതാ സാറേ. 8-9 ദിവസമേ ആയിട്ടുള്ളൂ. എടുക്കട്ടെ സാറേ? വേണ്ട, ഞാൻ സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. താൻ സ്റ്റേഷനിലേക്ക് വന്ന് എന്നെ കാണേണ്ട രീതിയിൽ കാണണം. അയ്യോ, KB സെബാസ്റ്റ്യൻ പൊട്ടിത്തെറിച്ചു. പത്രം നോക്കിയാൽ അപ്പാടെ അപകടങ്ങളാ. എല്ലാം ചത്തു കുത്ത് പത്രത്തിലിരിക്കുവാ. ആര് പൊട്ടിത്തെറിച്ചാലും പ്രാർത്ഥിക്കരുത്. മരിച്ചവരെ ഓർത്ത് ആരും പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. സംഭവം ഏത് സ്റ്റേഷന്റെ അതിർത്തി വെച്ചാണ് നടന്നത്? പത്രം കാണട്ടെ. എന്തോടോ ഇയാളുടെ പേര്? കുര്യാപ്പി നാന്നേ. ഇതിന്റെ തൊട്ടടുത്ത വീട്ടിലെ അപ്പച്ചനെ നോക്കാൻ മക്കൾ ഏർപ്പെടുത്തിയതാ. ഇവിടെ നിന്ന് ചെറുതായിട്ട് പറഞ്ഞ പോലും അവിടെ കേക്കാം. അത്രയ്ക്ക് അടുക്കലാ. ഇയാളെ ആരാടോ അക്ഷരം പഠിപ്പിച്ചത്? വോട്ടവകാശം കിട്ടിയിട്ടാ സാറേ ഞാൻ അക്ഷരം പഠിച്ചത്. ഒരു MA BCom കാരനാ സാറേ എന്നെ പഠിപ്പിച്ചത്. എന്താണ് സാറേ എന്റെ ഗുരുവിനെ പറ്റി ചോദിച്ചത്? അയ്യോ, KB സെബാസ്റ്റ്യൻ പൊട്ടിത്തെറിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. 110 KB സബ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചെന്നാണോ? താൻ സ്റ്റേഷനിലേക്ക് വന്ന് കാണേണ്ട രീതിയിൽ കാണണം, കേട്ടോടോ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. മരിച്ചുപോയ അമ്മയെ മറക്കുന്നവൻ കാപ്പിരിയാണ്. മരിച്ചുപോയ അപ്പനെ മറക്കുന്നവൻ കാട്ടാളനാണ്. മരിച്ചുപോയ സഹോദരനെ മറക്കുന്നവൻ നികൃഷ്ടനാണ്. മരിച്ചുപോയ സഹോദരിയെ മറക്കുന്നവൻ പിശാചാണ്. മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണമോ വേണ്ടയോ? യേശുവിൻ്റെ അമ്മയെ എന്തുകൊണ്ട് മാനിക്കണം? ശിശുക്കൾക്ക് സ്നാനം നിരസിക്കാമോ? നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേകുന്ന ഈടുറ്റ ഗ്രന്ഥം. കത്തോലിക്കർ രക്ഷിതരോ, നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായിട്ട് ഇത് വായിക്കുക. സൗജന്യമായിട്ട് കോപ്പികൾ നൽകുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ട, ഞാൻ അക്ഷരങ്ങളെ വെറുക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അക്ഷരം അമ്മയാണ്. അക്ഷരങ്ങളെ വെറുക്കുന്നവൻ കാട്ടാളനാണ്, കാപ്പിരിയാണ്, കശ്മലനാണ്, പിശാചു ബാധിതനാണ്. ചേട്ടാ, ഒരു ചായ. ഈ കടയിൽ കടവില്ല. ചേട്ടാ, കോട്ടയത്തിൽ ഉടനെ ബസ്സുണ്ടോ? ഉടനെ വരും, 2 മിനിറ്റിനകത്ത്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞാൻ വയറ്റുവേദനക്കാരനാ, എന്നെ ഓടിക്കരുതെന്നല്ലയോ പറഞ്ഞത്? കുര്യാപ്പിയേ, നീ എവിടെയാ? വിശക്കുമ്പോൾ നീ ഇങ്ങ് വരും, എൻ്റെ കാലിൽ അന്നേരം നീ വീഴും. ഇങ്ങനെ കരയുമല്ലോ. നിന്റെ പട്ടി ബിസ്ക്കറ്റ് എടുത്ത് ഞാനും പൂച്ചയും കൂടെ തിന്നും. അല്ല പിന്നെ ഓടിക്കരുത്. പോവട്ടി.
പ്രൈസ് ദി ലോർഡ്. തീവണ്ടി ആപ്പീസിൽ മണിയടിക്കുന്നത് മനസ്സിലാക്കാം. സന്ധ്യാവാക്കിന് പള്ളിയിൽ എന്തിനു മണിയടിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. ചേടാ, ഈ പാസ്റ്റർ പോയില്ലയോ? കുര്യാപ്പി, മരിച്ചു പോയവരെ ഓർത്തു പ്രാർത്ഥിക്കാനാ സന്ധ്യയ്ക്ക് പള്ളിയിൽ മണിയടിക്കുന്നത്. എന്റെ അന്നാമ്മയ്ക്ക് നിത്യശാന്തി കൊടുക്കണേ ഈശോയെ. സന്ധ്യയ്ക്ക് പള്ളിയിൽ മണിയടിക്കുന്നതേ മരിച്ചവരെ ഓർത്തു പ്രാർത്ഥിക്കാനാ. ഉപയോഗശേഷം വലിച്ചെറിയുന്ന സാധനങ്ങളല്ല മരിച്ചു പോയവർ. മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, മൃതരുടെ ലോകത്ത് ആരും അങ്ങേ സ്മരിക്കുന്നില്ല. വായിൽ മണ്ണ് വീണ് കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ ഓർത്താൽ മണ്ണ് നെറുകയിൽ കയറും. മരിച്ചവർ മോർച്ചറിലെ പോലെ മൃതരുടെ ലോകത്ത് ഒറ്റ കിടപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പറഞ്ഞത് ശരിയാണോ അപ്പച്ച? രൂപാന്തരീകരണ സമയത്ത് മോശ കർത്താവിനോട് സംസാരിച്ചെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ മോശ മരിച്ചിട്ടില്ലേ അപ്പച്ച? നിയമാവർത്തനത്തിൽ മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കർത്താവിന്റെ ദാസനായ മോശ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. ബെത്പേറിനെതിരെയുള്ള താഴ്വരയിൽ സംസ്കരിക്കപ്പെട്ടു. മൂർച്ചറിൽ ഒറ്റ കിടപ്പാണെങ്കിൽ മോശ എങ്ങനാ അപ്പച്ച താബോർ മലയിൽ വന്നത്, കർത്താവിനോട് സംസാരിച്ചത്? യെരുസലേമിൽ പൂർത്തിയാകേണ്ട കർത്താവിന്റെ കടന്നുപോകലിനെ പറ്റി മോശ സംസാരിക്കുന്നു. ഭൂമിയിൽ നടക്കാനിരിക്കുന്ന കാര്യം പോലും മരിച്ച് അടക്കപ്പെട്ടവനായ മോശ അറിയുന്നു. മരിച്ചവരുടെ ലോകത്ത് കർത്താവിനെ ഓർക്കുക മാത്രമല്ല, വർത്തമാനം വരെ കർത്താവിനോട് പറയുന്നുണ്ട്. നിയമാവർത്തനം 34:5, ലൂക്കോസ് 9:31. ഇത്രയും പഠിച്ചിട്ടേ നാളെ കടയിൽ വരാവൂ. ഈ സംഭവം അബദ്ധത്തിൽ ഉണ്ടായതാണ്. എന്റെ കർത്തവേദപുസ്തകത്തിൽ ഒരിടത്തും മനുഷ്യൻ തങ്ങളുടെ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകത്ത് ആദ്യമുണ്ടായ വേദപുസ്തകം കത്തോലിക്കാ സഭയുടേതാണ്. അതിൽ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കോബ് തൻ്റെ മകനായ റൂബനെ ശപിക്കുന്നുണ്ട്. വെള്ളം പോലെ അസ്ഥിരനായ റൂബൻ മുമ്പനായി വാഴില്ലെന്നായിരുന്നു ശാപം. ഉൽപ്പത്തിയിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. കാലം കുറെ ചെന്നപ്പോൾ റൂബൻ മരിച്ചു. റൂബന്റെ മരണത്തിന് ശേഷം ഏകദേശം 400 കൊല്ലങ്ങൾ കഴിഞ്ഞ് മോശ റൂബനെ ഓർത്ത് നിയമാവർത്തന പുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മരിച്ച റൂബിനു വേണ്ടി ജീവിച്ചിരിക്കുന്ന മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. കനാൻ നാട്ടിൽ പോയപ്പോൾ ഇസ്രായേൽ ജനം പൂർവപിതാവായ യോസഫിന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോയില്ലേ? അവർ മരിച്ചവരെ മാനിച്ചിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങളുടെ കർത്തവ്യങ്ങളിലില്ല. പുതിയ നിയമത്തിൽ ഇല്ലാത്തത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ കത്തോലിക്കർ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 100 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വേദപുസ്തകമുണ്ടായത്. യേശുവിനു വേണ്ടി അനേകം പേർ രക്തസാക്ഷികളായി. അവരാരും വേദപുസ്തകം കണ്ടിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൽ മരിച്ചവരെ
ദൈവം മറക്കുമോ? അവരെങ്ങനെയാണ് പച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നത്? കർത്താവിൻ്റെ ശിഷ്യർ നൽകിയ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് സഭയോട് പറയുന്നത് ഇതാണ്: സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവീൻ. ആദ്യമുണ്ടായത് പാരമ്പര്യങ്ങളാണ്. പാരമ്പര്യങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും കത്തുകളിൽ നിന്നുമൊക്കെ ശേഖരിച്ചെടുത്തതാണ് ഈ വേദപുസ്തകം. കത്തോലിക്കാ സഭ പാരമ്പര്യങ്ങളെയും വേദപുസ്തകത്തെയും മാനിക്കുന്നു. കാരണം ഏറ്റവും പുരാതനമായ ഈ സഭയുടേതാണ് ക്രിസ്തീയ പാരമ്പര്യങ്ങളും വേദപുസ്തകവും. ഹല്ലേലൂയ! പുതിയ നിയമത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗം കാട്ടിത്തന്നാൽ ഒരു പൊന്മോതിരം ഞാൻ നൽകും. ഹല്ലേലൂയ! പ്രൈസ് ലോർഡ്. നടക്കുന്ന കാര്യമാണോ പാസ്റ്ററെ? വിശ്വസിക്കാമോ? പ്രാർത്ഥന മാത്രമല്ല, മരിച്ചവരുടെ രക്ഷയ്ക്കായിട്ട് ജ്ഞാനസ്നാനം വരെ സ്വീകരിച്ചിരിക്കുന്നു. ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം അല്ലയോ അപ്പച്ച? കുര്യാപ്പി, കോരിന്തോസ് സഭയിൽ ചില ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ മരണമടഞ്ഞു. അവരുടെ രക്ഷയെപ്പറ്റി സഭയിൽ ചില ചിന്തകളുണ്ടായി. അവരുടെ ആത്മശാന്തിക്കായിട്ട് മറ്റാളുകൾ അവരുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. മരിച്ചവരുടെ ഉത്ഥാനവുമായിട്ട് ബന്ധിപ്പിച്ച് പൗലോസ് കോരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്: മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? 1 കോരിന്ത്യർ 15:29 വായിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം വരെ സ്വീകരിക്കുന്നുണ്ട്. പൊന്മോതിരം മേടിക്കാൻ ഞാൻ അങ്ങോട്ട് വരുവാ പാസ്റ്ററെ. ഞങ്ങൾ പൊന്നോ വെള്ളിയോ ഉപയോഗിക്കാറില്ല. പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും ശ്രേഷ്ഠമാണ് കത്തോലിക്കാ വിശ്വാസം. കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്കാ സഭ. ആദ്യത്തെ മാർപ്പാപ്പ കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ്ലീഹ അപ്പോസ്തോലന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടതാണ് ഈ സഭ. ഈ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. കക്ഷത്തിലെ കറുത്ത വേദപുസ്തകത്തിൽ നിറയെ കത്തോലിക്കരാണെന്നുള്ളത് മറക്കല്ലേ. മത്തായിയും മർക്കോസും ലൂക്കോസും യാക്കോബും യോഹന്നാനും പൗലോസുമെല്ലാം കത്തോലിക്കരല്ലാതെ പിന്നാരാ? സ്വരമൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പച്ച. ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പച്ച, പാസ്റ്റർ മുങ്ങുന്നു. ആശ്വസിക്കട്ടെ.
ചേട്ടാ ഒരു ചായ. എൻ്റെ കടയിൽ ചായ കടം കൊടുക്കുന്നില്ല. ചേട്ടാ ഇന്ന് കടം നാളെ രൊക്കം. സമയാമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ഞാൻ തനിയേ പോകുന്നു. ഓ എൻ്റെ കുര്യാപ്പി ചേട്ടാ, രാവിലെ തന്നെ ഈ പാട്ട് പാടാതെ. അല്ല, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ കുര്യാപ്പി ചേട്ടാ? എന്ത് പറയാനാ, നല്ല പയ്യനായിരുന്നു, പാപം. ആരുടെ കാര്യമാ കുര്യാപ്പി നീ പറയുന്നേ? നമ്മുടെ പാസ്റ്ററുടെ മോന്റെ കാര്യമാ. എഞ്ചിനീയറിംഗോ മറ്റോ പഠിക്കുകയായിരുന്നു. അപകടമാ, മുഖം ഒന്നുമില്ലെന്നാ പറയുന്നത്. അപ്പോൾ ചടങ്ങുകളൊക്കെ? അവർക്കെന്താ ചടങ്ങ്, എല്ലാം കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും ബന്ധുക്കളും ഒന്നുമില്ല. എന്നാ വാ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? വാ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. കുര്യാപ്പിയെ, ഞാൻ അങ്ങോട്ട് പോവുക, കടയൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഈ കൊടിയല്ലേ ഒന്ന് കേട്ടെ, കട ഞാൻ നോക്കിക്കോളാം. വിഷമിക്കാതെ പാസ്റ്ററെ, നമ്മൾ പ്രത്യാശയുടെ മനുഷ്യരല്ലേ. സ്നാനം സ്വീകരിച്ച നമ്മൾക്ക് കർത്താവിൻ്റെ വാസസ്ഥലങ്ങളുണ്ടല്ലോ. ഞാൻ സ്നാനമോ? ഇല്ല ഇല്ല, എന്റെ മകൻ സ്നാനപ്പെട്ടിട്ടില്ല പച്ച. ഞാൻ സ്നാനം സ്വീകരിക്കാത്തവർക്ക് നിത്യരക്ഷ ലഭിക്കില്ലേ? ജീവിതാനുഭവങ്ങളാണ് പല സത്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അറിയേണ്ടത് അറിഞ്ഞിരിക്കണം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന് മർക്കോസ് പറയുന്നതോ? ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് പാസ്റ്ററെ. ശിശുക്കളുടെ സ്നാനവും മുതിർന്നവരുടെ സ്നാനവും സഭ തന്നെയാണ് ഈ ലോകത്തിന് കൊടുത്തത്. സഭ രൂപം കൊണ്ടപ്പോൾ കുടുംബങ്ങൾ സ്നാനപ്പെട്ടു. പ്രായമുള്ളവരുടെ കാര്യത്തിൽ വിശ്വാസം പഠിച്ചിട്ടേ സ്നാനം കൊടുക്കാവൂവെന്ന് സഭയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പച്ച, എനിക്കെല്ലാം മനസ്സിലായി വരുന്നു. പറയാം പാസ്റ്ററെ. മുതിർന്നവർ ജീവിത തിരക്കുകൾ കാരണം വിശ്വാസം പഠിക്കാൻ പറ്റാതെ പോകുന്നു. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ നിർബന്ധം പിടിച്ചത്. വിശ്വാസം അറിയാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് സ്നാനം കൊടുക്കുന്നത്? എന്റെ ഈശോയെ, ഈ പാസ്റ്റർ ഒരിക്കലും നന്നാവില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവീൻ എന്നല്ലേ? ഇതാ കുഴപ്പം. വചനം അവിടെ തീരുന്നില്ല പാസ്റ്ററെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. എന്നിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ആദ്യം അവർക്ക് സ്നാനം നൽകുക, തുടർന്ന് വിശ്വാസം പഠിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നാണോ? കുറച്ചുകൂടി ഞാൻ വ്യക്തമാക്കാം. ക്രിസ്തുവിന്റെ സഭ ആദ്യം രൂപം കൊണ്ടപ്പോൾ പത്രോസ് എന്ന ആദ്യത്തെ മാർപ്പാപ്പ മാനസാന്തരപ്പെട്ട ജനത്തോട് പറഞ്ഞു, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇനി പറയുന്ന കാര്യം പാസ്റ്റർ ഒരു കാലത്തും മറക്കരുത്. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ്
തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഇനിയും പറയൂ പാസ്റ്ററെ, ഇതിൽ നിന്ന് ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? മാത്രമല്ല, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവീൻ, അവരെ തടയരുത് എന്നല്ലേ കർത്താവ് അരുളി ചെയ്തത്? ഹോ, ഓരോരോ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ അപ്പച്ച? ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ പാസ്റ്ററെ? ശുദ്ധജലത്തിൽ മാമോദിസ മുങ്ങിയ സത്യക്രിസ്ത്യാനിയെ പിന്നെയും പിന്നെയും മുക്കുന്നത്, എൻ്റെ കർത്താവേ, മുങ്ങി മുങ്ങി ക്രിസ്ത്യാനി ഇനി എന്നാ ഒന്ന് പൊങ്ങുന്നത്? കുര്യാപ്പി, തോന്നുന്നിടത്തെല്ലാം മുങ്ങുന്നതും പൊങ്ങുന്നതും തിരുവചനത്തിനെതിരാണ്. പാസ്റ്ററെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് പറയാമോ? അത് പിന്നെ ബബ്ബ അടിക്കാതെ പാസ്റ്ററെ, പിന്നെ ഞാൻ പറയാം. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അപ്പച്ച, അങ്ങ് പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. മരിച്ചുപോയ എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കുര്യാപ്പി, വരൂ പാസ്റ്ററെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യഹോവേ, കരുണയായിരിക്കണമേ. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ട യൂദാസ് മക്കബേയോസ്, യാമിനിയായിലെ വിജാതീയ ദേവന്മാരുടെ ചിഹ്നങ്ങൾ അണിഞ്ഞ് യുദ്ധത്തിനു പോയി മരണമടഞ്ഞ ഇസ്രായേൽക്കാരുടെ ആത്മരക്ഷയ്ക്കായി 2000-ഓളം ദ്രാഗ്മ ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്ത് പാപപരിഹാര ബലിയർപ്പിച്ച യൂദാസ് മക്കേബയോസ്. അതെ, ഞാൻ തന്നെ. ദൈവഭക്തിയോടുകൂടി മരിച്ചവർക്ക് ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യാശ പുലർത്തി. അങ്ങ് ചെയ്ത കർമ്മത്തെപ്പറ്റി ശ്രേഷ്ഠമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നത്. അത് പാവനവും പരിപാവനവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവർക്കു വേണ്ടി അവൻ പാപപരിഹാരം അനുഷ്ഠിച്ചു എന്ന് അങ്ങേപ്പറ്റി എഴുതിയിരിക്കുന്നു. മോശയ്ക്കെതിരെ ചിന്തിച്ച മിറിയാമിൻ്റെ കുഷ്ഠരോഗം മാറ്റുവാൻ തൻ്റെ ദാസനായ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് മോശയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് രോഗസൗഖ്യം നൽകി. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവിന് എല്ലാവരും ജീവിക്കുന്നവരാണ്. നമ്മുടെ മരിച്ചവർ ദൈവ തിരുസന്നിധിയിൽ ജീവിക്കുന്നു. നമ്മൾ മരിച്ചവരുടെ പാപപരിഹാരത്തിനായി പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പച്ചാ, എൻ്റെ കയ്യിലോട്ടൊന്ന് നോക്കിക്കേ, രോമാഞ്ചം! എത്ര വലിയ അത്ഭുതമാണ് എൻ്റെ ദൈവമേ നീ കാട്ടിയത്! ആരായിരുന്നു ആ വിശുദ്ധൻ? പടച്ചട്ടണിഞ്ഞ് ധീരയോദ്ധാവായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായത് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ലല്ലോ. ഇല്ല, വായിക്കില്ല. നിങ്ങൾ വായിക്കാതിരിക്കാൻ അത് കളഞ്ഞു. എൻ്റെ പാസ്റ്ററെ, മക്കബായരുടെ പുസ്തകത്തിൽ യൂദാ മക്കബേയുസിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താ അപ്പച്ച? അപ്പോൾ ഈ പാസ്റ്ററുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിളിൽ മക്കാവായുടെ പുസ്തകം ഇല്ലയോ? കുര്യാപ്പി, അതിൽ മരിച്ചവരെ ഓർമ്മിച്ചുള്ള പ്രാർത്ഥനകളെ പറ്റി പറയുന്നുണ്ടല്ലോ. കത്തോലിക്ക സഭയിലെ ചില പുസ്തകങ്ങൾ എടുത്തു. അവർക്ക് ആവശ്യമില്ലാത്തത് കളഞ്ഞു. പിടികിട്ടി. അപ്പോൾ അതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ
തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നുവെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇസഹാക്കിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും എഴുതിയിട്ടുള്ളത് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നുവെന്നാണ്. ജനമെന്ന വാക്ക് വലിയ അർത്ഥമുള്ളതാണ്. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കുര്യാപ്പി, ജനം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവിക്കുന്നവരുടെ കൂട്ടം എന്നാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് അവരുടെ പാപം കർത്താവ് ക്ഷമിക്കുന്നത്? തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടാണോ കർത്താവ് രോഗശാന്തി നൽകിയത്? ചുമ്മിക്കൊണ്ട് വന്ന ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാ. കനാൻകാരിയുടെ കൊച്ചുമകൾക്ക് രോഗശാന്തി നൽകിയതോ കനാൻകാരുടെ വിശ്വാസം കണ്ടിട്ടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്റെ മകനെ പോലെ അനേകം പേരുടെ ആത്മാക്കൾക്ക് കണക്ക് പറയേണ്ട മഹാപാതകമാണ് ഞാൻ ചെയ്തത്. അപ്പച്ച, അങ്ങയുടെ വിശുദ്ധ ഗ്രന്ഥം ഞാൻ സ്വീകരിക്കുന്നു. സത്യവിശ്വാസത്തിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകൂ അപ്പച്ച.